ലഞ്ച് ബ്രേക്കില് ഇന്ന് തുടക്കക്കാർക്ക് വേണ്ടി നല്ല മയമുള്ള ഇഡ്ഡലി, പിറ്റേ ദിവസം അത് ദോശയ്ക്കും എടുക്കാം. അപ്പം ഇഡ്ഡലിയും ദോശയും ഉണ്ടാകുന്ന മാവ് റെഡിയാക്കുന്ന വിധമാണ് കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി, അതിന് ഒരു ഗ്ലാസ് പച്ചരിക്ക് ഒരു 3/4 ഗ്ലാസ് നല്ല മുഴുവൻ ഉഴുന്നാണ്. ഇനി ഇതിനെ നമുക്കൊന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. അപ്പൊ ഞാൻ വെള്ളം ഒഴിച്ചു വെച്ചു. ഇതൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പോഴത്തെ നന്നായിട്ട് കുതിരും, അത് കഴിഞ്ഞ് ആട്ടാവും. അപ്പം അരി ഉഴുന്ന് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ 2 തവി, ഈ തവിക്ക് 2 തവി, കുടുവൻ തവിക്ക് 2 തവി ചോറൂടെ ഞാൻ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അരി ഉഴുന്നിൻ്റെ കൂടെ ഈ ചോറൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ട് അല്പം ഉപ്പും ചേർത്ത് ഇളക്കി വെക്കാം. അപ്പം മാവ് എല്ലാം ചേർത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെള്ളം ആകുകയും ചെയ്യരുത്, ഒത്തിരി അങ്ങ് മുറുകുകയും ചെയ്യരുത്. ഈ പരുവത്തിൽ അരച്ച് വെച്ചേക്കാണ്. ഇനി ഒരു 3-4-5 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേന് ഇത് പൊങ്ങുമല്ലോ. പൊങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. മാവ് നല്ല പൊങ്ങിയിരിക്കുന്നതുണ്ടോ? ഇതിനെ നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി വേണം ഇഡ്ഡലിക്ക്. തട്ടിലെല്ലാം എണ്ണ പുരട്ടി വെച്ച്, എല്ലാ തട്ടിലും എണ്ണ പുരട്ടി വെച്ച്. ഇനി ഇതിലേക്ക് നമുക്ക് കോരി ഒഴിക്കാം. നിറച്ചങ്ങ് ഒഴിക്കണ്ട, ഒരു 3/4 ഇടം വെച്ച് ഒഴിച്ചാൽ മതിയേ. ഇഡ്ഡലി പൊങ്ങാനുള്ള സ്പേസ് കൂടെ കൊടുത്തോണ്ട്. അപ്പം നല്ല പൊങ്ങിയ, നല്ല സോഫ്റ്റ്, നല്ല മയമുള്ള ഇഡ്ഡലി റെഡി. അപ്പം നമുക്കിതിനെ ഇച്ചിരി ചൂട് പോയതിന് ശേഷമേ നമുക്കിതിൽ നിന്ന് ഇളക്കിയിടാം, അല്ലെങ്കിൽ പാത്രത്തെ ഒട്ടിപ്പിടിക്കുവേ. ഇത് കണ്ടോ, നല്ല നീറ്റായിട്ട് ഇളകി വന്ന കണ്ടോ. ഇനി നമുക്കൊരു തൊപ്പി ദോശ ചൂടാമേ. ഇച്ചിരി എണ്ണ, വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻഡ് ഓയിലോ ഇച്ചിരി അരിവിൽ കൂടെ ദോശയെ കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നാലേ നമുക്ക് മൊരിഞ്ഞ് കിട്ടത്തുള്ളേ. അല്പം നെയ്യ് കൂടെ ചേർക്കണേ, ഒരു കൊച്ചു ടീസ്പൂൺ നെയ്യേ. ഇനി നടുവിന്ന് ഒരു സൈഡിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാമേ തൊപ്പി ദോശയ്ക്ക്.